Now, theory of impersonal poetry. S Eliot's theory of impersonal poetry, to be more specific. His theory of poetry is known as theory of impersonal poetry. You can expect a question like who proposed the theory of impersonal poetry in ചോദിക്കാം. അതല്ലെങ്കിൽ T.S. Eliot proposed theory of dash poetry എന്ന് ചോദിക്കാം. ഇങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓപ്ഷൻസ് A B C D പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക മിമറ്റിക് തിയറി അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള എക്സ്പ്രഷനിസ്റ്റ് തിയറി അതല്ലെങ്കിൽ ഇംപ്രഷനിസ്റ്റ് ക്രിറ്റിസിസം അങ്ങനെയൊക്കെ തിയറി എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ it is very important that you connect with this particular theory with the author, okay, or the person who proposed it. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കണക്ഷൻ അങ്ങനെ തന്നെ ആക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. So now what is depersonalization? That is, an artist in the process of writing poetry undergo a continual self-sacrifice, a continual extinction of personality. T.S. Eliot says that whenever an artist is writing something, that is writing poetry, okay, he undergoes a kind of self-sacrifice, a kind of extinction of personality. He is changing into someone else, like his personality is not at all important, but he is changing into something else. He is withdrawing himself from his own personality. That is depersonalization. Okay, now the mind of a poet എങ്ങനെ ആയിരിക്കണം? That is, the mind of a poet is like a catalyst. That is, he has given an example of a catalyst, that is oxygen plus sulfur dioxide in the presence of platinum to become sulfurous oxide. That means that platinum is there, but platinum helps in producing this sulfurous oxide. ഓക്സിജനും സൾഫറസ് ഓക്സൈഡും കൂടി സൾഫർ ഡയോക്സൈഡും കൂടി മിക്സ് ആയി സൾഫറസ് ഓക്സൈഡ് ഉണ്ടാവുന്ന സമയത്ത് ദാറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. പ്ലാറ്റിനം ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം അവിടെ എങ്ങനെയാണ്? പ്ലാറ്റിനം അവിടെ ഉണ്ട്, ബട്ട് ഇറ്റ് ജസ്റ്റ് ആക്ടിവേറ്റ് ദ പ്രോസസ്. ഇറ്റ് ജസ്റ്റ് become a part of the process, but it is not mixing in the process. അതായത് അവിടെ നിന്ന് പ്ലാറ്റിനം ഒരിക്കലും അതിലേക്ക് അതിൻ്റെ ഒരു അംശവും അതിലേക്ക് കൊണ്ടുവരുന്നില്ല. പ്ലാറ്റിനത്തിൻ്റെ ഒരു അംശവും ഈ ഒരു ഓക്സിജനിലേക്കോ സൾഫർ ഡയോക്സൈഡിലേക്ക് കൊണ്ടുവരുന്നില്ല, പ്രൊഡക്റ്റ് ആയിട്ടുള്ള സൾഫറസ് ഓക്സൈഡിലേക്ക് കൊണ്ടുവരുന്നില്ല. പ്ലാറ്റിനം ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇൻ ദ റിയാക്ഷൻ ബട്ട് നെവർ ടേക്സ് പ്ലേസ്, നെവർ ടേക്ക് പാർട്ട് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ റിയാക്ഷൻ. അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല, ബട്ട് അത് അവിടെ ഉണ്ട്. അത് അങ്ങനെ അതിനെ പ്രോസസ്സിന് സഹായിക്കുന്നത് ആ കാറ്റലിസ്റ്റിനെ പോലെ ആയിരിക്കണം. എങ്ങനെ? ദ മൈൻഡ് ഓഫ് എ പോയറ്റ് എന്നാണ് പറയുന്നത്. ദ മൈൻഡ് ഓഫ് ദ പോയറ്റ് മസ്റ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്, ജസ്റ്റ് ലൈക്ക് ഹൗ പ്ലാറ്റിനം acts as a catalyst in the reaction oxygen and sulfur dioxide in order to produce sulfurous oxide. Now I have given an equation here, that is sulfur dioxide is the feeling, okay, feelingum അതുപോലെ oxygen emotion, that is feeling and emotion, mind of poet. So we have ഇവിടെ നമ്മൾക്ക് ഓക്സിജനും സൾഫർ ഡയോക്സൈഡ് എന്നല്ല നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്, മീൻസ് പോയിറ്റിൻ്റെ മനസ്സിൽ സംഭവിക്കുന്നത് അവിടെ നടക്കുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്താ പറയുക കെമിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആർ ദ ആസ്പെക്ട്സ് ഓർ എലമെൻറ്റ്സ് that is mixed, that is reacted, and in the mind of the poet, and mind of the poet acts as a catalyst, and then there is the end product is poem. A poem is produced with feeling and emotion taking place in the mind of poet, and the result is poem, but there is no trace of poet's personality. അവിടെ പേഴ്സണിൻ്റെ പേഴ്സണാലിറ്റി, പോയിറ്റിൻ്റെ പേഴ്സണാലിറ്റിക്ക് അവിടെ ആ ഒരു എൻഡ് പ്രൊഡക്റ്റിൽ അതായത് പോയത്തിൽ യാതൊരുവിധ എന്താ പറയുക ഒരു അംശവും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് T.S. Eliot പറയുന്നത്. So that is the theory of impersonal poetry. Okay. So the mind of a poet is a medium where experience enters to produce poetry, and the mind of a poet is impersonal and objective like a scientist. എങ്ങനെയാണ്? അവിടെ അതിൻ്റെ പോയറ്റിൻ്റെ ഒരു അംശവും അതിലേക്ക് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പോയറ്റ് ഒരു മീഡിയമാണ്,
ആ മീഡിയത്തിലൂടെ എങ്ങനെയാണ് പോയട്രി ഉണ്ടാവുന്നു. അവിടെ നടക്കുന്ന റിയാക്ഷൻസ്, നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫീലിങ്ങും ഇമോഷനുമാണ്. ഇറ്റ് ഈസ് വെരി ഇംപേഴ്സണൽ. The mind of the poet is very impersonal and objective. It is not subjective, it is rather objective. And that is the reason why this particular theory is known as the theory of impersonal poetry. Okay, that is the reason why this particular theory is called like that. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. Then the poet's mind is in fact a receptacle for seizing and storing up numberless feelings, phrases, images which remain there until all particles which can unite to form a new compound are present together. അതായത് എങ്ങനെയാണ്? അവിടെ ഒരു റിസപ്റ്റിക്കിൾ പോലെയാണ് ആരുടെ എന്ത് പ്രവർത്തിക്കുന്നത്? The poet's mind is acting as is a receptacle for seizing and storing numberless feelings. അത് എടുക്കുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ ആരാണ്? പോയിറ്റിൻ്റെ മൈൻഡാണ്. ദാറ്റ് ഈസ് ദ റിസപ്റ്റിക്കൽ. ഓക്കെ, ആൻഡ് ദെൻ എ കോമ്പൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവത്തിന് നമ്മൾ പറയുന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റിന് പറയുന്നതാണ് പോയട്രി അല്ലെങ്കിൽ പോം എന്ന് പറയുന്നത്. നൗ he says that there are experiences. Okay, experiences ആണല്ലോ ഇപ്പോൾ ഫീലിങ്സ്, ഫ്രേസസ്, ഇമേജസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഏതാണ്? 2 types of experiences are there. Okay, now that is emotions and feelings. 2 ടൈപ്സിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇമോഷൻസും ഫീലിങ്സും. ഓക്കെ, ദാറ്റ് ഈസ് ദ 2 things that enters in someone's mind or is there in a person, in a poet's mind, upon which he works as like a catalyst to produce poetry. And he says that വളരെ വളരെ റെലവൻ്റ് ആയിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ദ ഇമോഷൻസ് ഓഫ് ആർട്ട് ഈസ് ഇംപേഴ്സണൽ. അദ്ദേഹം പറയുന്നത് ആർട്ടിൻ്റെ ഇമോഷൻസ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി പോയറ്റിൻ്റെ മൈൻഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, പോയറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്, എന്ത് വെച്ചാണ് ആക്ട് ചെയ്യുന്നത്, എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ ഓഫ് ആർട്ട് ഈസ് ഇംപേഴ്സണൽ എന്നാണ് പറയുന്നത്. ആർട്ടിൻ്റേതായിട്ടുള്ള ഇമോഷൻ. കാരണം ഒരിക്കലും ടി.എസ്. എലിയറ്റ് പോയറ്റിനെയും ആർട്ടിനെയും മിക്സ് ചെയ്യുന്നില്ല. ഐ മീൻ ദ എൻഡ് പ്രൊഡക്റ്റ് പോയട്രി ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് വിത്ത് ദ പോയറ്റ്, അല്ലെങ്കിൽ പോയറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് വിത്ത് ദ പ്രൊഡക്റ്റ് പോയട്രി എന്നുള്ള കോൺസെപ്റ്റാണ് ആർക്കുള്ളത്? ടി.എസ്. എലിയറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് ആർട്ടിനൊരു ഇമോഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ടോട്ടലി ഇംപേഴ്സണൽ എന്നാണ് പറയുന്നത്. ഓക്കെ, that is not the poet's emotions, but that is impersonal. Now we'll see, that is poetry is not an expression of personality but an escape from personality. As we have already seen that he has said that എന്താണ് പേഴ്സണാലിറ്റി, പോയറ്റ് എങ്ങനെയാണ് അതിൽ പങ്കെടുക്കുന്നത്, മീൻസ് ദ റിയാക്ഷൻ ഹാപ്പൻസ് ഇൻ ദ മൈൻഡ് ഓഫ് പോയറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടപ്പോൾ ടി.എസ്. എലിയറ്റ് പറയുന്നത് പോയട്രി ഈസ് നോട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. ബേസിക്കലി വി നോ ദാറ്റ് വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് many critics already said or defined poetry as expression of poetry എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ടി.എസ്. എലിയറ്റ് പറയുന്നത് പോയട്രി ഈസ് നോട്ട് എൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. ആൻഡ് ദ മോർ പെർഫെക്റ്റ് ദ ആർട്ടിസ്റ്റ്, ദ മോർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഇൻ ഹിം will be the man who suffers and the mind which creates. The more perfectly will the mind digest and transmute the passions which are its material. അപ്പം ഒരു റൈറ്റർ, ഒരു ഓതറിൻ്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പോയറ്റിൻ്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ആ ഒരു ഓതറിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേഴ്സണാലിറ്റിയിൽ നിന്ന് ആ ഒരു പോയറ്റ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ എത്രമാത്രം മാറി നിന്നുകൊണ്ട് എത്രമാത്രം സഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രമാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ മൈൻഡ് കൊണ്ട് എന്നുള്ളതാണ്. അതാണ് ഒരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റിൻ്റെ ക്വാളിറ്റി. is something that is the way how he defines it. The more perfect the artist, the more completely separate in him will be the man who suffers. അതായത് 2 സംഭവങ്ങളുണ്ട്. ഒന്ന് അയാളുടെ സ്വന്തം, that is poet's own personality, and he has a different personality as an artist. That is, the more completely separate in him will be the man, that is the other personality, that who suffers, and the mind which creates,
the more perfectly will the mind digest and transmute the passions which are its material. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഉണ്ടാവുക, ആ ഒരു സ്വന്തമായിട്ടുള്ള ഒരു എന്താ പറയുക പേഴ്സണാലിറ്റിയിൽ നിന്ന് ഉള്ള ഒരു മാറ്റം, അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് ഒരു ഓതർ അല്ലെങ്കിൽ റൈറ്ററിൻ്റെ കഴിവ് എന്നാണ് ടി.എസ്. എലിയറ്റ് പറയുന്നത്. ദ പോയിറ്റ് എൻഗേജസ് ഇൻ എ കണ്ടിന്യൂവൽ സറണ്ടർ ഓഫ് ഹിംസെൽഫ് ടു ദ വാസ്റ്റ് ഓർഡർ ഓഫ് ട്രഡീഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ദ പോയിറ്റ് എൻഗേജസ് ഇൻ എ കണ്ടിന്യൂവൽ സറണ്ടർ ഓഫ് ഹിംസെൽഫ്. ഹി ഈസ് സറണ്ടറിങ് ഹിംസെൽഫ്, he separates himself, or he is ready to accept that the fact that his personality is not that important, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാതെ പരമാവധി he is ready to engage in a continual surrender of himself to the vast order of tradition. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രഡീഷൻ എന്താണെന്ന് കണ്ടു. Then here T.S. Eliot is connecting how the poet engages in a continual surrender of himself to that vast order of tradition. ട്രഡീഷൻ്റെ ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മീൻസ് വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ഈസ് ദ ഹോൾ മൈൻഡ് ഓഫ് യൂറോപ്പ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ടൈംലെസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്റോറിക് ടൈംലെസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാസ്റ്റ് ഓർഡർ ഓഫ് ട്രഡീഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹം പോയറ്റ് എങ്ങനെയാണ് ഹി എൻഗേജസ് ഇൻ കണ്ടിന്യൂവൽ സറണ്ടർ ഓഫ് ഹിംസെൽഫ്. ദാറ്റ് ഈസ് ഹൗ T.S. Eliot defines a poet or the activity of or the process of writing poetry. The artist is responsible. എങ്ങനെയാണ്? The pressure, so to speak, under which the fusion takes place. The artist is responsible. The pressure, so to speak, under which the fusion takes place. ആ ഒരു പ്രഷർ ഉണ്ട്, ആ ഒരു എന്താ പറയുക, ആ ഒരു എന്താണ് അത് പറയണം. ഈ ഒരു ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻസും ഫീലിങ്സൊക്കെ മിക്സ് ആയിട്ടുണ്ടാവുന്ന ആ ഒരു ഫ്യൂഷൻ സംഭവിക്കുമ്പോൾ അത് പറയണം. ദാറ്റ് ഈസ് ഹി ഷുഡ് റൈറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേ ഹൗ ദ ആർട്ടിസ്റ്റ് ഈസ് റെസ്പോൺസിബിൾ. നൗ വി ക്യാൻ സീ ദ നെക്സ്റ്റ്. ദാറ്റ് ഈസ് poetry according to T.S. Eliot is not an expression of personality but an escape from personality. Okay, he says that it is not like an expression of poetry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷൻ ഒന്നല്ല, ബട്ട് an escape from personality. It is actually the author, the writer is escaping from his real personality. I mean that the personality means his own personality. രണ്ട് രീതിയിലുള്ള personality, split personality എന്ന് പറയാൻ നമുക്ക് means he is as an artist he has a surrender or he has a kind of devotion towards the vast order of tradition. ഒരു ഭാഗത്ത് when this poetry, the process of poetry takes place, it is that. But അതേ സമയം തന്നെ he has his own personality. So poetry according to T.S. Eliot, he says that is not an expression of personality. His personality is not expressed, but it is actually an escape from one's own personality. That is poetry according to T.S. Eliot. Then he is actually taking a dig at romanticism. He says that poetry is neither emotion nor recollection nor tranquility. In the poetic process there is only concentration of a number of experiences. അദ്ദേഹം പറയുന്നത് എന്താണ്? പോയട്രിയിൽ it is not emotion nor recollection nor tranquility, which we have already seen. That is the stand of William Wordsworth. Actually, when he defined poetry, he said that spontaneous overflow of powerful feelings recollected in tranquility. That is his definition. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് T.S. Eliot കൃത്യമായിട്ട് റൊമാൻസിസത്തെ റിഫ്യൂട്ട് ചെയ്യാണ്. He is against that. He says that poetry is neither emotion nor recollection nor tranquility. That is, there is only concentration of a number of experiences. അത്രയേ ഉള്ളൂ. അതല്ലാതെ that means that there is a concentration of a number of experiences, but not what that is defined by Wordsworth. So he says that it is an inexact formula. അത് ശരിയല്ല. That is, emotions recollected in tranquility is not an exact formula to represent poetry or to define poetry. That is a direct criticism on romanticism. അപ്പം വില്യം വേർഡ്സ്വർത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്, പിന്നെ മാത്രമല്ല അത് കോൾറിഡ്ജിന് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് പറയാം. റൊമാൻറ്റിസത്തിന് ജനറലൈസ്ഡ് ആയിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാം. റൊമാൻറ്റിസിന് എഗെയിൻസ്റ്റ് ആണ്. കാരണം they all defined poetry in that way. അപ്പോൾ അദ്ദേഹം പറയുന്നത്, T.S. Eliot പറയുന്നത്, no, it's not a perfect formula. It is not the formula. That it is not at all the right formula എന്നുള്ള രീതിയിലാണ്
പോയട്രി ഡിഫൈൻ ചെയ്യുന്നത് TS Eliot. ഓക്കെ, പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് എൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇറ്റ് ഈസ് നോട്ട് ദ expression of personality but an escape from personality. But of course, only those who have personality and emotions know what it means to want to escape from these things. ശരിക്കും അദ്ദേഹം ഒരു എന്താണ് ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂക്ക് ചെയ്യുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് ഇറ്റ്സ് എൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വേണ്ട ക്വാളിറ്റി എന്താണ്? വൺ ഷുഡ് ഹാസ് ദീസ് പേഴ്സണാലിറ്റി വേണം, ഇമോഷൻസും വേണം. ഇതൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇതെന്താണെന്ന് തന്നെ മനസ്സിലാവുള്ളൂ എന്നാണ്. ദറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് എൻ എസ്കേപ്പ്. ദ ആർട്ടിസ്റ്റിക് പ്രോസസ്സ്, ഈ ആർട്ടിസ്റ്റിക് പ്രോസസ്സ് എങ്ങനെയാണ് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി ആവണം എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? പേഴ്സണാലിറ്റി, ഇമോഷൻസ് ഒക്കെയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹി മോക്സ് അറ്റ് റൊമാൻറ്റിസം. ഓക്കെ, now poet is not likely to know what is to be done unless he lives in what is not merely the present but the present moment of the past, unless he is conscious not of what is dead but of what is already living. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ദറ്റ് ഈസ് വേർ ട്രഡീഷൻ ആൻഡ് പോയറ്റ് കണക്ട്സ്. പോയറ്റും ട്രഡീഷനും തമ്മിലൊരു കണക്ഷനാണ് പറയുന്നത്. പോയറ്റ് ഈസ് നോട്ട് ലൈക്ലി ടു നോ വാട്ട് ഈസ് ടു ബി ഡൺ അൺലെസ് ഹി ലിവ്സ് ഇൻ വാട്ട് ഈസ് നോട്ട് മിയർലി ദ പ്രസൻറ്റ്. എങ്ങനെയാണ്? ഇവിടെ ഈ ഒരു പ്രസൻറ്റിൽ ജീവിക്കാതെ അദ്ദേഹത്തിന് ഒരിക്കലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല പോയറ്റിന്. മാത്രമല്ല ബട്ട് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഓഫ് ദ പാസ്റ്റ്. നമ്മളിപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പം ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ വി ഡിഫൈൻ അവർ സെൽഫ്. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എവിടുന്ന് വന്നു, നമ്മൾ എങ്ങനെ ജീവിക്കുന്നവരാണ്, നമ്മൾ എങ്ങനെ ആയിരുന്നു. ദിസ് ഈസ് ഓൾ actually related to the tradition, the past. Okay, and it has an implication, it has an influence on the present. നമ്മുടെ പ്രസൻറ്റിലേക്ക് നമ്മളവിടെ കട്ട് ഓഫ് ആയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. മീൻസ് വി ഹാവ് എ കണക്ഷൻ വിത്ത് ദ പാസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓർ ദ ക്വാളിറ്റി ഓഫ് ദ പ്രസൻറ്റ്നെസ് ഓഫ് പാസ്റ്റ്. അത് തന്നെയാണ് പോയിറ്റിനുള്ളത്. ദാറ്റ് ഈസ് പോയറ്റ് ഷുഡ് ബി വെൽ alive in the present but he should be able to have this quality, the present moment of the past, unless he is conscious not of what is dead but of what is already living. That is the thing. അപ്പം ഇങ്ങനെയാണ് പോയട്രി, എങ്ങനെയാണ് എന്താ പറയുക, പോയട്രിയും പോയറ്റും ട്രഡീഷൻ അതുപോലെ എങ്ങനെയാണ് എസ്കേപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആവുന്നത് എന്നുള്ളതും, അതുപോലെ ഇമോഷൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അത് എങ്ങനെയാണ് അതിൽ നിന്ന് ഡിവോയ്ഡ് ആവുന്നതും, ഒരാളുടെ പേഴ്സണാലിറ്റി ഒരിക്കലും ആ ഒരു ആർട്ടിസ്റ്റിക് വർക്കിലേക്ക് വരുന്നില്ല എന്നും, അത് ആക്ച്വലി ഇറ്റ് ഈസ് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി ആണ് എന്നുള്ളതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് TS Eliot ഇങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ഹി കൈൻഡ് ഓഫ് എന്താ പറയുക, ഹി ഈസ് എഗെയിൻസ്റ്റ് വേർഡ്സ്വർത്ത് ഓർ റൊമാൻറ്റിക് ട്രഡീഷൻ ഓഫ് ഇമോഷൻസ് ഓഫ് പോയട്രി. ദറ്റ് ഈസ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ആൻഡ് പോയറ്റ്. ദറ്റ് ഈസ് അങ്ങനെ ഒരു രീതിയിലാണ് ശരിക്കും വേർഡ്സ്വർത്ത് അതിൽ ഈ റൊമാൻറ്റിക് തിയറി ഓഫ് പോയട്രി വരുന്നത്. ബട്ട് TS Eliot refutes these claims. Okay, now here ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കുറേ വർക്ക്സ് റെഫർ ചെയ്തിട്ടുണ്ട്, മീൻസ് റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻ ദാറ്റ് എസ്സേ. അതിൽ പറയുന്നത് ഇതാണ്, പോയട്രി, ഹൗ പോയട്രി ഈസ് ഇംപേഴ്സണൽ, ദ ഇമോഷൻസ് ഓഫ് പോയട്രി ഈസ് ഇംപേഴ്സണൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പോയട്രി ഒരു വർക്കിൻ്റെ ഒരു പോയട്രിയുടെ അതല്ലെങ്കിൽ ഒരു ലിറ്റററി പ്രൊഡക്റ്റിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് അത് ഇംപേഴ്സണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കാൻറ്റോ 50 ഇൻഫേർണോയിൽ പറയുന്നുണ്ട്. ഇൻഫേർണോ എന്ന് പറയുന്ന സെക്ഷനിൽ എടുത്തിട്ട് ഇദ്ദേഹം പറയുന്നത്, അവിടെ പറയുന്നത് പോയറ്റ്സ് മൈൻഡ് എങ്ങനെയാണ് റിസെപ്റ്റക്കിളായിട്ട് എങ്ങനെയാണ് ഇമോഷൻസിനെ റിസീവ് ചെയ്തിട്ടും കളക്ട് ചെയ്തിട്ടും ആ ഫ്യൂഷൻ സംഭവിക്കാൻ ഹെൽപ്പ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇദ്ദേഹം എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് കാൻറ്റോ 15 ഇൻഫേർണോയുടെ കാൻറ്റോ 15, ദാറ്റ് ഈസ് ഡാൻറ്റയുടെ ഇൻഫേർണോ എടുത്തിട്ടാണ് പറയുന്നത്. ഓക്കെ, നൗ അതുപോലെ ഇവിടെ എന്താ പറയുക, വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് നിയർ ഓൾ ദീസ് തിങ്സ് ആർ ഗിവൺ ഇൻ 1 or 2 3 ഇൻക്ലൂഡഡ് ഇൻ 1 or 2 പാരഗ്രാഫ്സ്. അങ്ങനെ അടുത്തടുത്തായിട്ട് പറയുന്നതാണ് ദ എപ്പിസോഡ് ഓഫ് പയലോ ആൻഡ് ഫ്രാൻസിസ്ക. അവർ തമ്മിലുള്ള ഒരു ഡിസ്കഷനും അവർ തമ്മിലുള്ള ഒരു കാര്യങ്ങളും പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് ഷോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ആർട്ടിസ്റ്റിക് പ്രോസസ്സ്. എത്രമാത്രം പ്രഷറൈസ്ഡ് ആയിട്ടാണ്, എത്രമാത്രം എന്താ പറയുക, ഈ ഒരു ആർട്ടിസ്റ്റിക്
പ്രോസസ്സിൽ എത്രമാത്രം എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്, അതല്ലെങ്കിൽ എത്രമാത്രം എന്താണ് ഇംപേഴ്സണലായിട്ട് അല്ലെങ്കിൽ സ്വന്തം പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരു റൈറ്ററിന് ഓതറിന് മാറി നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന റെഫറൻസ് അല്ലെങ്കിൽ എക്സാമ്പിളാണ് ദിസ് എപ്പിസോഡ്. നൗ Canto 26 ഈസ് ഷോൺ, അത് റെഫർ ചെയ്യുന്നത് ദ വോയേജ് ഓഫ് യുലീസസ്. ദാറ്റ് ഈസ് അവിടെ വോയേജ് ഓഫ് യുലീസസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ടു ഷോ ദാറ്റ് ദർ ഇസ് നോ ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ഓഫ് ഇമോഷൻസ്. നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണ് ഇമോഷൻസിനെ പോയിറ്റോ അതല്ലെങ്കിൽ എന്താ പറയുക ഈ വർക്കിലോ ഒരു ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു Canto 26 ദ വോയേജ് ഓഫ് യുലീസസ് എന്ന് പറയുന്ന ഭാഗം എടുത്തുകൊണ്ടാണ്, അതിൽ നിന്നുള്ള എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് T.S. എലിയറ്റ് ആ ഒരു എന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ദ മർഡർ ഓഫ് അഗമെമ്നൺ, ദറ്റ് ഈസ് ടു ഷോ ദ ഗ്രേറ്റ് വെറൈറ്റി ഇൻ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് ഇമോഷൻ ഓഫ് സ്പെക്ടേറ്റർ. ദറ്റ് ഈസ് എങ്ങനെ ഇമോഷൻസ് മാറി മറിഞ്ഞ് പോവാം ഓതറിൽ നിന്ന് വർക്കിലേക്കും, വർക്ക് വായിക്കുന്ന സമയത്ത് സ്പെക്ടേറ്റർക്കും, അത് മീൻസ് വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കാണുന്ന ആൾക്ക് എങ്ങനെ ആ ഇമോഷൻസിൽ മാറ്റങ്ങൾ വരുന്നു, എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ദ മർഡർ ഓഫ് അഗമെമ്നോൺ ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഈസ് മെൻഷൻഡ് ഇൻ ദിസ് വർക്ക്. ദാറ്റ് ഈസ് നൗ കുറച്ച് ഡീപ്പായിട്ടുള്ളതാണ് ഇത്, ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. I don't think that for HSA all they will ask these kind of questions, but just for the reference I added this. Okay, now agony of Othello, അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇമോഷൻ ഓഫ് ദ പ്രൊട്ടഗോണിസ്റ്റ്, അതായത് ഇംപേഴ്സണൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തിയറി, ദാറ്റ് ഈസ് ആർട്ടിൻ്റെ ഇമോഷൻസ് ഇംപേഴ്സണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൊരു എക്സാമ്പിളാണ് എഗണി ഓഫ് ഒതെല്ലോ. ഒതെല്ലോയുടെ എഗണി ആ സമയത്ത് നടക്കുന്നത് ദ ഇമോഷൻ ഓഫ് ദ പ്രൊട്ടഗോണിസ്റ്റ് is represented or is portrayed in that part. So means that ഇപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞ് പോവാം. ഒരു വർക്കിൻ്റെ ചിലപ്പോൾ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ ആയിരിക്കാം ചില സമയങ്ങളിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ആർട്ട് ആ വർക്ക് തിയറി. ചില സമയത്ത് നമ്മൾ എന്താ പറയുക ചിലപ്പം അത് കാണുന്ന ആളുകളിൽ ഓക്കെ സ്പെക്ടേറ്ററിലായിരിക്കും ആ ഇമോഷൻസ് നമുക്ക് കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് ആയിരിക്കും കുറച്ചും കൂടി അത് ഡിസ്റ്റർബൻസ് ആയിട്ട് മീൻസ് ആ ഒരു ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്ന ഫീലിങ്സ് ആവാം സ്പെക്ടേറ്റേഴ്സിന്. ചില സമയങ്ങളിൽ പ്രൊട്ടഗോണിസ്റ്റുകളുടെ ഇമോഷൻസ് ആയിരിക്കും ചിലപ്പം ഈ വർക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാകുക. ഇനി കീറ്റ്സ് നൈറ്റിംഗേലിൽ എങ്ങനെയാണ് പറയുന്നത്, ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഇമോഷൻ, നത്തിങ് റിലേറ്റഡ് ടു നൈറ്റിംഗേൽ. ഇപ്പം നമ്മൾ ടു നൈറ്റിംഗേൽ ഇപ്പം നമ്മൾ മറ്റുള്ളതൊന്നും അങ്ങനെ വായിച്ചിട്ടുണ്ടാവില്ല, ബട്ട് കീറ്റ്സിനെ നൈറ്റിംഗേൽ യു മസ്റ്റ് ബി വെരി മച്ച് വെൽ ഫെമിയർ വിത്ത്. അതിലെങ്ങനെയാണ് അതിൽ പറയുന്ന ഇമോഷൻസിന് നൈറ്റിംഗേലായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു നൈറ്റിംഗേൽ, ബട്ട് ദർ ആർ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഇമോഷൻസ്. നമുക്കറിയാം അതിൽ കുറേ അധികം ഇമോഷൻസ് വരുന്നുണ്ട്. വി ഫീൽ വി ക്യാൻ എന്താ പറയുക നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ്, വി ക്യാൻ ഫീൽ അലോങ് വിത്ത് ദ സ്പീക്കർ, വി ഹാവ് ദിസ് സെൻസ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇമോഷൻസ്. ഇതൊക്കെ ഉണ്ട് അല്ലേ, പക്ഷെ അതിൽ നൈറ്റിംഗേലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നോ, ഇറ്റ് ഡസൻ ഹാവ് എനി റിലേഷൻ വിത്ത് നൈറ്റിംഗേൽ. സോ ഇതൊക്കെ ഈ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ to show the art doesn't have a personal kind of emotion. ഇമോഷൻ എന്ന് പറയുന്നത് ആർട്ടിനുള്ളത് കംപ്ലീറ്റ്ലി ഇംപേഴ്സണൽ ആണ്. അത് അതിൻ്റേതായിട്ടുള്ള ഇമോഷനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓതറിൻ്റെയോ റൈറ്ററുടെയോ ഒന്നും ഇമോഷനല്ല. അത് എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻ അതിന് മാത്രം യുണീക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നൗ വി ക്യാൻ സീ that is the third part ആണ്. For that